Question number 21. Moving charges and magnetism എന്ന് പറയുന്ന ലെസൺ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. A tightly wound long solenoid carries a current of 1.5 ampere. An electron is executing uniform circular motion inside the solenoid with a time period of 75 nanosecond. The number of turns per unit length in the solenoid is. Okay. We have a long solenoid which carries a current of 1.5 ampere. Right? Then ഇലക്ട്രോൺ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ. ആ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇലക്ട്രോൺ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാണ്. സോ ടൈം പീരീഡ് ഓഫ് ദാറ്റ് സർക്കുലർ മോഷൻ 75 നാനോസെക്കൻഡ് ആണ്. നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ അല്ലെ. നമുക്കറിയാം when a charged particle is moving perpendicular to a magnetic field അല്ലെ, it is moving in a circular path. ആ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ചാർജിന്റെ ടൈം പീരീഡ് 2πm/cube ആണ് അല്ലെ. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സോളിനോഡിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. അത് μ0 ni നിങ്ങൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ T is equal to 2πm divided by Q into μ0 ni എന്ന് വരും അല്ലെ. അതിൽ എന്താണ് നമുക്ക് കാണേണ്ടത്? n കാണണം അല്ലെ. അപ്പൊ n ഈക്വൽ ടു 2πm ഡിവൈഡഡ് ബൈ Q into μ0 i into t എന്ന് വരും അല്ലെ. അപ്പൊ ഈ n കാണാൻ നമ്മളെ കയ്യിലുള്ള ഇക്വേഷൻ നോക്കടാ. അപ്പൊ 2π ഇൻറ്റു ആ മാസിന്റെ വാല്യൂ എത്രയാണ്? 9 × 10⁻³ ആണ് ഡിവൈഡഡ് ബൈ അല്ലെ. ഇനി വാല്യൂസ് ഒക്കെ നമ്മൾ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇത് 2π ഇൻറ്റു മാസ് 9 × 10⁻³ ആണ്. ചാർജ് 1.6 × 10⁻19 ആണ്. μ0ന്റെ വാല്യൂ 4π × 10⁻7 ആണ്. കറണ്ട് 1.5 ആണ്. ഈ ടൈം പീരീഡ് എത്രയും തന്നിട്ടുണ്ട്? 75 നാനോ സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ടൈം പീരീഡ് നമുക്ക് 75 നാനോ സെക്കൻഡ് എന്ന് ഇവിടെ കൊടുക്കാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 75 × 10⁻⁹. ഓക്കെ. ഈ 2π ഇവിടെ കട്ട് ചെയ്ത 2 വരും അല്ലെ. ഇനി നോക്ക്, ഈ 2 1.5 എത്ര വരും? 3 വരും അല്ലെ. ആ 3യും ഈ 9ഉം ഇവിടെ കട്ട് ചെയ്ത 3 എന്നാ വരിക. ശരിയല്ലേ. അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിൽ 3 × 10⁻31 എന്ന് വരും. ഡിനോമിനേറ്ററിൽ നിങ്ങൾ നോക്ക് എന്തൊക്കെയാ വരുന്നത്? ഒരു 1.6 ഇവിടെ ഉണ്ട്. 1.6 × 75 × 10⁻35 എന്നാണ് കിട്ടേണ്ടത്. 10⁻7 അല്ലെ, 16ഉം 10⁻35. ഓക്കെ. സോ ദാറ്റ്സ് ഈക്വൽ 3 × 10⁻31 ഡിവൈഡ് ബൈ ഇത് വേണേൽ 16 × 75 × 10⁻36 എഴുതാം, പ്രശ്നമൊന്നുമില്ല അല്ലെ. സോ 3 × 10⁻31 × 10⁻+36 ഡിവൈഡ് ബൈ 16 × 75 എന്ന് വരും അല്ലെ. ഇത് ചെയ്താൽ 3 × 10⁵ ഡിവൈഡഡ് ബൈ 16 × 75 എന്നല്ലടാ മക്കളെ വരിക അല്ലെ. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇത് വേണം 300 × 10⁻³ ഡിവൈഡഡ് ബൈ 75 × 16. ഈ 75 300 4 ടൈംസ് അല്ലെ. ഈ 4 16 4 ടൈംസ്. അപ്പൊ 10⁻³ ഡിവൈഡ് ബൈ 4 അത് 1000 ഡിവൈഡ് ബൈ 4 250 എന്നാണ് ആൻസർ വരിക. സോ ആൻസർ ഓപ്ഷൻ യെസ്. ആൻസർ എത്രയാണ്? 250 ആണ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എത്രയാണ്? 250 ആണ്. ഓക്കെ.